ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ക്രിസ്മസിൻ്റെതായ എല്ലാ ആശംസകളും ആദ്യമേ തന്നെ നേരുകയാണ്. ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ യൂറോപ്യൻ ഭദ്രാസനം ക്രമീകരിക്കുന്ന നുഹറോ 2024 എന്ന കരോൾ ഗാന മത്സരത്തിന്റെ വിധികർത്താക്കളായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ഡീക്കൻ തേജസ് ചെറിയൻ എന്നാണ്. വീട് എറണാകുളം ജില്ലയിൽ രാമമംഗലം എന്ന സ്ഥലത്താണ്. മാമലശ്ശേരി മോർ മീഖായിൽ യാക്കോബായ സുറിയാനി പള്ളി ഇടവക അംഗമാണ്. എൻ്റെ പേര് ഡീക്കൻ അങ്കിത് സാബു. എൻ്റെ സ്വദേശം മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ അടുത്തുള്ള മുടവൂരാണ്. മുടവൂർ സെൻറ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയാണ് എൻ്റെ ഇടവക. പരിശുദ്ധ സഭയുടെ മുളന്തുരുത്തിയിലെ ക്രിട്ടിക്കൽ സെമിനാരിയിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷം പഠനം പൂർത്തീകരിച്ചവരാണ് ഞങ്ങൾ. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ സെമിനാരിയിലെ ആരാധനാ വിഭാഗത്തിലെ ആരാധനാ സംഗീതത്തിന് നേതൃത്വം നൽകുന്ന ബൂതോ ലീഡേഴ്സ്, കോയർ ലീഡേഴ്സായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷവും സഭയുടെ പല പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലും ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം അനുവദിച്ചു, നമ്മുടെ ഭാഗ്യം ലഭിച്ചു. ഇപ്പോഴും ആ ശുശ്രൂഷയിൽ തന്നെ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ രണ്ടുപേരും ബഹുമാനപ്പെട്ട അങ്കിത് മാഷിന്റെ നേതൃത്വത്തിൽ ക്രിസ്റ്റൽ കോഡ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ സാമിസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനലും, ഈ രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പരിശുദ്ധ സഭയിലെ ആരാധനാ ഗീതങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ പലരും അത് കേൾക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. തുടർന്നും നമ്മുടെ സഭയിലെ ആരാധനാ ഗീതങ്ങൾ ഏറ്റവും മനോഹരമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ കൂടുതൽ ശ്രമിക്കും. ഇനി നമ്മുടെ മത്സരത്തെക്കുറിച്ച് അല്പമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ക്രിസ്തുമസ് നമുക്കറിയാം ഏറ്റവും വലിയ സുവിശേഷമാണ്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഈ കരോൾ ഗാനത്തിലൂടെയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകത്തെ അറിയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സുവിശേഷ പ്രവൃത്തിയാണ്. അപ്പോൾ ഈ കരോൾ ഗാന മത്സരം എന്ന് പറയുന്നത് ഏറ്റവും വളരെ മനോഹരമായ ഒരു ക്രമീകരണമാണ്. ഈ കരോൾ ഗാന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുക എന്നതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ ഈ സുവിശേഷ വേല, ക്രിസ്തുവിന്റെ ജനനത്തെ അറിയിക്കുന്ന ആ വേല ഈ പാട്ടിലൂടെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനുള്ള ഒരു മത്സരമാണ് ഈ കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. ഓരോ ദേവാലയങ്ങളും ഏകദേശം 16ഓളം ദേവാലയങ്ങളുടെ വീഡിയോസ് കാണുവാനും ജഡ്ജ് ചെയ്യാനായിട്ട് ഇടയായി. അതിൽ ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട്, നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, പല വിധത്തിലുള്ള തിരക്കുകളുള്ളവരാണ്, എങ്കിലും നിങ്ങളുടെ സമയം മാറ്റിവെച്ച് ഇതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് അത് റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയിട്ട് എടുത്ത് പറഞ്ഞ സമയത്തിനുള്ളിൽ അയച്ചു തരുവാനായിട്ട് നിങ്ങളെടുത്ത എഫേർട്ട് ഏറ്റവും അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റൂൾസ് പറഞ്ഞിരിക്കുന്നതിൽ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത്, റെക്കോർഡിങ്, എഡിറ്റിംഗ് എല്ലാം നിങ്ങളുടെ ദേവാലയത്തിലുള്ളവർ, കൂടെയുള്ളവർ തന്നെ ചെയ്യുന്നത് ഏറ്റവും അഭികാമ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിച്ചു എന്നും ഞങ്ങൾക്ക് ഇത് കണ്ടതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവർക്കൊരു മാതൃകയാവുന്ന രീതിയിൽ തന്നെ യൂറോപ്യൻ ഭദ്രാസനത്തിലെ ദേവാലയങ്ങൾ നിങ്ങളെല്ലാവരും വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. ഇനി തുടർന്നും നമ്മുടെ ഈ ഒരു ശ്രമം അല്ലെങ്കിൽ ഈ ഒരു എഫർട്ട് ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ഈ വർഷത്തെ മത്സരങ്ങളിൽ അതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ പങ്കെടുത്തു. പക്ഷെ അതിലെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് വിധി നിർണ്ണയം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞിരുന്നു എല്ലാവരും ലൈവായിട്ട് പാടണം എന്ന്. എല്ലാവരും തന്നെ ലൈവായിട്ടാണ് പാടിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ചില ടീമുകളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും പ്രീ റെക്കോർഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ലിപ്പ് സിങ്ക് ചെയ്ത് പാടിയിരിക്കുന്നതായിട്ട് ഒന്ന് രണ്ട് ടീമുകളുടെ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഓൺലൈൻ മത്സരങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ റെക്കോർഡിംഗ് ക്വാളിറ്റി എങ്ങനെയായിരിക്കുമെന്നാണ്. എല്ലാ ടീമുകളും തന്നെ വീഡിയോ കൃത്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ വിഷ്വൽ ഒക്കെ ഭംഗിയായിട്ട് അതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പാട്ട് അല്ലെങ്കിൽ പാട്ടിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ റെക്കോർഡിംഗ് ക്വാളിറ്റി
പല ടീമുകളും അത്ര കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇനി തുടർന്നുള്ള മത്സരങ്ങളിൽ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം, ട്രാക്കിൻ്റെ വോളിയം നമ്മുടെ വോക്കൽ വോളിയമായിട്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചില ടീമുകൾ ട്രാക്ക് വേറെ എവിടെയോ ദൂരത്ത് വെച്ചിട്ട് ആണ് പാടിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ പാടുന്നതിൻ്റെ സൗണ്ടായിരിക്കും കൂടുതൽ കേൾക്കുന്നത്. ട്രാക്കിൻ്റെ സൗണ്ട് മിക്ക ടീമുകളുടെയും കുറവായിരുന്നു, ഒരു ബാലൻസ്ഡ് ആയിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില ടീമുകൾ കൃത്യമായിട്ട് അത് ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് അതിൻ്റെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം പാട്ടിൻ്റെ സെലക്ഷനാണ്. മത്സരങ്ങൾക്ക്, കരോൾ മത്സരങ്ങൾക്ക് പ്രത്യേകം പാടുമ്പോൾ നമുക്ക് മത്സരത്തിന് പങ്കെടുത്ത് പ്രൈസ് നേടുവാൻ ഒരു പാകത്തിനുള്ള ഒരു പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് കണ്ടു. ചിലരുടെ പാട്ട് സെലക്ഷൻ അത്ര മത്സരത്തിന് പറ്റിയതായിട്ട് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ ടേംസിൽ പറഞ്ഞിരുന്നു, ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് അത് മാർക്ക് ലഭിക്കാൻ അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞിരുന്നു. ഈ വീഡിയോയിലെല്ലാം കണ്ടപ്പോൾ ഏകദേശം 1-2 ടീമുകൾ മാത്രമേ കീബോർഡ് ലൈവായിട്ട് പ്ലേ ചെയ്യുന്നത് കണ്ടുള്ളൂ. എന്നാൽ ആ ടീമുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കരോക്കെ യൂസ് ചെയ്യാം എന്നും പറഞ്ഞിരുന്നു. എന്നാലും കീബോർഡ് യൂസ് ചെയ്ത ടീമുകളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സഭയിൽ പൊതുവെ ലൈവായിട്ട് വായിക്കുന്നവർ നമ്മുടെ പള്ളികളിൽ കുറവാണ്. പക്ഷേ നമ്മൾ മാക്സിമം, ഞാനൊരു കീബോർഡിസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, ലൈവ് വായിച്ച് പെർഫോം ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ട്രാക്ക് ഇടുന്നത് നല്ലതാണ്, എന്നാലും ലൈവ് വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ വോളിയം ഒക്കെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തുടർന്നുള്ള മത്സരങ്ങളിൽ കൂടുതലും ലൈവ് വായിക്കാൻ പാകത്തിന് അത് ക്രമീകരിക്കുന്നത്, ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓവറോൾ മൊത്തത്തിൽ നല്ലതായിരുന്നു. ഇനിയുള്ള മത്സരങ്ങളിൽ അല്പം കൂടി പ്രാക്ടീസ് ചെയ്യുക. കാരണം ഓൺലൈൻ മത്സരമാണ്, ലൈവ് പാടി റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഈ മത്സരങ്ങളിലേക്ക് വീഡിയോ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇങ്ങനെയുള്ള മത്സരമായതുകൊണ്ട്, ഓൺലൈൻ മത്സരമായതുകൊണ്ട് പാർട്സ് പാടുന്നത്, ഹാർമോണൈസ് ചെയ്ത് പാർട്സ് പാടുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അത് പിച്ച് ഔട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആ വീഡിയോ നമ്മൾ മത്സരത്തിനായിട്ട് അയക്കാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ അയക്കുമ്പോൾ ആ വീഡിയോയുടെ ക്വാളിറ്റി, ട്രാക്കും വോക്കൽസും തമ്മിലുള്ള സൗണ്ടിൻ്റെ ബാലൻസിങ്, അതുപോലെ തന്നെ സോങ് സെലക്ഷൻ, പിന്നെ ലൈവായിട്ട് വായിക്കുന്നത്, പാർട്സ് പാടുന്നത്, ഇതെല്ലാം ഒന്നുകൂടി ടീമുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ള പുറത്തുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവാതെ, പുറത്തുനിന്നുള്ള സൗണ്ട്സ് ഒന്നും അധികം കേടാതിരിക്കാനുള്ള രീതിയിലുള്ള റെക്കോർഡിങ് ചെയ്ത് മത്സരത്തിന് ഇങ്ങനെയുള്ള വീഡിയോസ് അയക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ വർഷത്തെ വിധി നിർണ്ണയം നടത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇനി തുടർന്നുള്ള മത്സരങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒരിക്കൽ കൂടി ടീമുകൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. വിജയികളെ അഭിനന്ദിക്കുന്നു. ഞങ്ങൾ ഈ മത്സരത്തിൻ്റെ മാർക്കിട്ടതിന് ശേഷം അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് കൈമാറിയിട്ടുണ്ട്. തിരുമേനി ഇതിൻ്റെ വിധി നിർണ്ണയം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അവസാനമായിട്ട് ഇതിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഈ ഇതിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ യൂറോപ്യൻ മദ്രാസിലുള്ള ഡോക്ടർ കുര്യാക്കോസ് മാർ ഫിലോസ് തിരുമേനിയോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം